വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് ബയോടെക്നോളജിയാണ്. ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് യൂസ്ഫുൾ ടു ഹ്യൂമൺ. ലൈവ് ഓർഗാനിസം അല്ലെങ്കിൽ അവയിൽ നിന്നുള്ള എൻസൈംസ് ഉപയോഗിച്ച് മനുഷ്യർക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള പ്രോസസ്സോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ടെക്നിക്കുകളാണ് ബയോടെക്നോളജി ഡീൽ ചെയ്യുന്നത്. ബ്രെഡ് മേക്കിംഗ്, വൈൻ മേക്കിംഗ്, കേർഡ് മേക്കിംഗ് ഇവയെല്ലാം മൈക്രോബ്സ് മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അതായത് മൈക്രോബ്സിൻ്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രോസസ്സും ബയോടെക്നോളജിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക് യൂസിങ് ലാക്ടോബാസിലസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോടെക്നോളജി. അതായത് തൈരുണ്ടാക്കുന്നത് ഈ ലാക്ടോബാസിലസ് എന്ന മൈക്രോ ഓർഗാനിസമാണ് മിൽക്കിൽ നിന്നും കേർഡ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. ബയോടെക്നോളജിയുടെ മറ്റ് എക്സാമ്പിൾസ് ആണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ദാറ്റ് ലീഡ്സ് ടു ടെസ്റ്റ് ട്യൂബ് ബേബി. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസിന് ഉണ്ടാക്കുന്നുണ്ട്. സിന്തസൈസിങ് എ ജീൻ ആൻഡ് യൂസ് ഇറ്റ്, പുതിയ ജീനുകൾ ഉണ്ടാക്കുന്നു, അവ ഉപയോഗിക്കുന്നു. ഡെവലപ്പിംഗ് എ DNA വാക്സിനൊക്കെ ഉണ്ടാക്കുന്നു. കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ, അതായത് തകരാറുള്ള ജീനുകളെയൊക്കെ നമ്മൾ ശരിയാക്കുന്നു. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അഥവാ EFB വളരെ വ്യക്തമായൊരു ഡെഫിനിഷൻ തന്നെ ബയോടെക്നോളജിക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഈ നാച്ചുറൽ സയൻസ്, ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം സെൽസ് പാർട്സ് ദെയറോഫ് ആൻഡ് മോളിക്കുലർ അനലോഗ്സ് ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതായത് നാച്ചുറൽ സയൻസ്, അതായത് പ്രകൃതിശാസ്ത്രത്തിൻ്റെയും ഓർഗാനിസത്തിൻ്റെയും കോശങ്ങൾ, അവയുടെ ഭാഗങ്ങൾ, ഓരോ പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റും അതിൻ്റെ സേവനങ്ങളും, അതിൻ്റെ മോളിക്കുലർ ലെവലിലുള്ള ഇൻഫോർമേഷൻ, ഇതിൻ്റെ എല്ലാം ഒരു ഇൻ്റഗ്രേഷൻ, അതായത് ഇതിൻ്റെ എല്ലാം സംയോജനമാണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. മോഡേൺ ബയോടെക്നോളജിയുടെ ആരംഭത്തിന് കാരണമായ രണ്ട് പ്രധാന ടെക്നിക്കുകളാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. ദ ടെക്നിക് ടു ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA and RNA to introduce these into host organisms and thus change the phenotype of the host organism. RNA, DNA ഇവയുടെ കെമിസ്ട്രീനെ ഓൾട്ടറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെമിസ്ട്രി തന്നെ ചേഞ്ച് ആക്കുക എന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇവ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പിൽ തന്നെ നല്ല മാറ്റം വരും. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്തൊക്കെ വരുന്നുണ്ടാവും? ഒരു ഓർഗാനിസത്തിൻ്റെ അപ്പിയറൻസ് ആയിരിക്കാം, ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആയിരിക്കാം, അതേപോലെ അതിൻ്റെ സ്വഭാവവും, ഇതെല്ലാം ഫീനോടൈപ്പിൽ ഉൾപ്പെടുന്നതാണ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്, അതായത് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് എക്സെട്ര ഇവ പോലുള്ള ബയോടെക്നോളജിക്കൽ പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ്ങിനും വേണ്ടി നമുക്ക് ആവശ്യമുള്ള, അതായത് ഡിസൈഡ് ആയിട്ടുള്ള മൈക്രോബ്സിനെയോ അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് സെല്ലിനെയോ മാത്രമേ നമുക്ക് വളർത്തേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഉള്ള ആ ഒരു സ്പേസ് എപ്പോഴും സ്റ്റെറൈൽ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാകാനായി പാടില്ല. The traditional method of hybridization of plants and animals have a lot of limitations. അതായത് പണ്ട് ചെയ്തിരുന്ന ഈ ഹൈബ്രിഡൈസേഷൻസ്, അതായത് പ്ലാന്റിലും അനിമൽസിലും ഒക്കെ ചെയ്തിരുന്ന ഹൈബ്രിഡൈസേഷൻ മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഒന്നായി പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഡിഫക്റ്റീവ് ജീൻസ് അലോങ് വിത്ത് പെർഫെക്റ്റ് ജീൻസ്. പെർഫെക്റ്റ് ജീൻസിൻ്റെ ഒപ്പം തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസിൻ്റെ പ്രസൻസ് ആണ് അതിൽ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ദ ഡിഫക്റ്റീവ് ജീൻസ് കോസ് അൺഡിസൈറബിൾ ക്യാരക്ടർ ടു ദ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന് അത് അൺഡിസൈറബിൾ ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടർ അതിന് കാണിക്കുകയാണ് ചെയ്യുന്നത്. The technique of genetic engineering, which include creation of recombinant DNA, യൂസ് ഓഫ് ജീൻ ക്ലോണിംഗ് ആൻഡ് ജീൻ ട്രാൻസ്ഫർ, ഈ 3 സ്റ്റെപ്പാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഓവർകം ദീസ് ലിമിറ്റേഷൻസ് ആൻഡ് അലോസ് ആസ് ടു ഐസൊലേറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഓൺലി വൺ ഓർ a set of desired genes without introducing undesirable genes into the target organism. അതായത് നമ്മൾ കുറച്ച് ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിമിറ്റേഷൻസൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഒന്നോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഡിസൈറബിൾ ജീൻസിനെ മാത്രം നമ്മൾ ആ ടാർഗറ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
The process of making multiple copies of a DNA is called gene cloning. അതായത് ഒരു ഡി എൻ എയുടെ മൾട്ടിപ്പിൾ കോപ്പീസിനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ജീൻ ക്ലോണിംഗ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ഡി എൻ എ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദ ജീനോം ഓഫ് ദ റിസീപ്പിയൻറ്റ്, ഇറ്റ് മൾട്ടിപ്ലൈ ആൻഡ് ബി ഇൻഹെറിറ്റഡ് along with the ഹോസ്റ്റ് ഡി എൻ എ. ഒരു റെസിപ്പിയനിലോട്ട് നമ്മൾ ഒരു ഡി എൻ എനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്യാനും അതുപോലെ ആ ഹോസ്റ്റിൻ്റെ ഡി എൻ എയുടെ കൂടെ പെരുകാനും തുടങ്ങുന്നു. This is because the alien piece of a DNA has become a part of a chromosome which has the ability to replicate. അതായത് ആ ഏലിയൻ പീസ് ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡി എൻ എ എന്ന് പറഞ്ഞാലും അതൊരു ക്രോമസോമിൻ്റെ പാർട്ട് തന്നെയാണ്. അതിനും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഇൻ എ ക്രോമസോംസ് ദർ ഈസ് എ സ്പെസിഫിക് ഡി എൻ എ സീക്വൻസ് കോൾഡ് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേറ്റിംഗ് റെപ്ലിക്കേഷൻ. അതായത് ഒരു ക്രോമസോമിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡി എൻ എ സീക്വൻസ് ഉണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ റെപ്ലിക്കേഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. Therefore, the multiplication of any alien piece of DNA in an organism, it needs to be a part of chromosomes which has a specific sequence known as origin of replication. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഏലിയൻ പീസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, അത് ഒരു ക്രോമസോമിൻ്റെ പാർട്ടായിരിക്കണം. അതേപോലെ അതിലൊരു സ്പെസിഫിക് സീക്വൻസ് ഓഫ് ഡി എൻ എ ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നും പറയുന്നു. The construction of the first recombinant DNA emerged from the possibility of linking a gene encoding antibiotic resistance with a native plasmid of Salmonella typhimurium. അതായത് ആദ്യത്തെ റീകോമിനൻ്റ് ഡി എൻ എ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ജീൻ എൻകോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ഒരു ജീനിനെ ഒരു സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിൻ്റെ നാറ്റീവ് പ്ലാസ്മിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ആദ്യത്തെ റീകോമിനൻ്റ് ഡി എൻ എ ഉണ്ടാക്കിയിട്ടുള്ളത്. Stanley Cohen and Herbert Boyer accomplished this in 1972 by isolating the antibiotic resistance gene by cutting out a piece of DNA from a plasmid which has the responsible for conferring antibiotic resistance. 1972 സ്റ്റാൻലി കോഹൻ അതുപോലെ തന്നെ ഹെർബർട്ട് ബോയറും കൂടിയിട്ട് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റിനെ കൺഫർ ചെയ്യുന്ന പ്ലാസ്മിഡ്, അതായത് സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലാസ്മിഡിൻ്റെ ഒരു പീസ് ഓഫ് ഡി എൻ എനെ കട്ട് ചെയ്ത് അതിൽ നിന്നും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിനെ ഐസോലേറ്റ് ചെയ്ത് എടുത്തു. The cutting of DNA at specific locations become possible with the discovery of the so-called molecular scissors or restriction enzymes. അതായത് നമുക്ക് ഈ ഡി എൻ എ സ്പെസിഫിക് ലൊക്കേഷനൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് സഹായകമായിട്ടുള്ള ഒരു ഡിസ്കവറിയാണ് ഈ മോളിക്കുലർ സിസേഴ്സിൻ്റെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഡിസ്കവറി. ദ കട്ട് പീസ് ഓഫ് ദ ഡി എൻ എ വാസ് ദെൻ ലിങ്ക്ഡ് വിത്ത് ദ പ്ലാസ്മിഡ് ഡി എൻ എ. ഈ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ഡി എൻ എനെ നമ്മൾ പിന്നീട് പ്ലാസ്മിഡ് ഡി എൻ എ ആയിട്ട് ലിങ്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ദീസ് പ്ലാസ്മിഡ് ഡി എൻ എ ആക്ട് ആസ് എ വെക്ടർ ടു ട്രാൻസ്ഫർ ദ പീസ് ഓഫ് ഡി എൻ എ അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതായത് പിന്നീട് ഈ പ്ലാസ്മിഡ് ഡി എൻ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടു ട്രാൻസ്ഫർ ദ പീസ് ഓഫ് ഡി എൻ എ അറ്റാച്ച്ഡ് ടു ഇറ്റ്, അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഡി എൻ എനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. അതിനുള്ള ഒരു വെക്ടറായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ദ ലിങ്കിങ് of the antibiotic resistance genes with the plasmid vector become possible with the enzyme DNA ligase which acts on cut DNA molecule and joins their ends. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീനിനെ പ്ലാസ്മിഡ് വെക്ടറായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, അത് ഈ കട്ട് ഡി എൻ എ മോളിക്യൂളിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് ഇത് വന്നിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ദിസ് മേക്ക് എ ന്യൂ കോമ്പിനേഷൻ ഓഫ് സർക്കുലർ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് ഡി എൻ എ ക്രിയേറ്റഡ് ഇൻ വിട്രോ ആൻഡ് ഈസ് കോൾഡ് ആസ് റീകോമ്പിനൻ്റ് ഡി എൻ എ. അങ്ങനെ സർക്കുലർ ആയിട്ടുള്ള ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് ഡി എൻ എ ഫോം ചെയ്യും. അതായത് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് മീൻസ് അതിനെ സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള അങ്ങനത്തെ ഡി എൻ എ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് ഡി എൻ എ എന്ന് പറയുന്നത്. വെൻ ദിസ് ഡി എൻ എ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഈക്കോളൈ, എസ്ട്രീഷ്യ കോളൈ, അതാണ് ഈക്കോളൈ എന്ന് പറയുന്നത്, എ ബാക്ടീരിയം ക്ലോസ്ലി റിലേറ്റഡ് ടു സാൽമോണല്ല, ഇറ്റ് കുഡ് റെപ്ലിക്കേറ്റ് യൂസിങ് ദ ന്യൂ ഹോസ്റ്റ് ഡി എൻ എ പോളിമറൈസ് എൻസൈം ആൻഡ് മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ്. ഈ പുതിയ ഡി എൻ എയിൽ നമ്മൾ എസ്ട്രീഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയത്തിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പുതിയ, അതായത് ഈ ഹോസ്റ്റിൻ്റെ ഡി എൻ എ പോളിമറൈസ് എൻസൈം യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അത്
റെപ്ലിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാനും തുടങ്ങുന്നു. The ability to multiply copies of antibiotic resistant genes in E. coli was called cloning of antibiotic resistance gene in E. coli. അതായത് E. coliയിൽ ഉള്ള ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിൻ്റെ കോപ്പീസിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റീനെ എന്ത് പറയുന്നു? ക്ലോണിങ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഇൻ E. coli എന്നാണ് പറയുന്നത്. ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നതിനായിട്ട് 3 ബേസിക് സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ, അതായത് ഡിസൈറബിൾ ജീനുള്ള ഒരു DNA ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഈ DNA നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് തേർഡ് വൺ ഈസ് മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ടു ഇറ്റ്സ് പ്രോജനി. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ DNA മെയിൻ്റനൻസ് ചെയ്യണം, ഹോസ്റ്റൽ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോജനിയിലോട്ട് ഈ DNA ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുക.